ഗവൺമെൻറ്റുകൾ. അതോടൊപ്പം തന്നെ ജില്ലാ തലത്തിലും ജനപ്രതിനിധികൾ അടങ്ങുന്ന സംവിധാനങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും നടന്നു വരുന്ന പല യോഗങ്ങളും വിളിക്കേണ്ടതായിട്ട് ജനപ്രതിനിധികൾക്ക് വരും, അതിൽ പങ്കെടുക്കേണ്ടതായിട്ട് ജീവനക്കാർക്ക് വരും. ഈ ജീവനക്കാർക്ക് തന്നെ എലക്ഷൻ്റെ ഭാഗമായിട്ടുള്ള ചുമതലകളുണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകൾ ജനപ്രതിനിധികൾക്ക് വിളിക്കാൻ കഴിയുമോ, അതിൽ പങ്കെടുക്കാൻ ഈ എലക്ഷൻ്റെ ചുമതല കൂടിയുള്ളതും അല്ലാത്തതുമായ ഉദ്യോഗസ്ഥർക്ക് കഴിയുമോ? ഇക്കാര്യത്തിലൊരു വിശദീകരണം നല്ലതാണ്. തദ്ദേശ ചാനലിൻ്റെ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 5 സംസ്ഥാനങ്ങളിലും അതോടൊപ്പം തന്നെ മറ്റു സംസ്ഥാനങ്ങളിലെ ചില നിയോജക മണ്ഡലങ്ങളിലും ഇതിനോടകം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോടുകൂടി മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതായി അറിയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മോഡൽ കോഡ് ഓഫ് കോണ്ടാക്ട് നിലവിൽ വന്നതായി അറിയിച്ചിട്ടുണ്ട്. എന്താണ് മാതൃകാ പെരുമാറ്റച്ചട്ടം? ഈ മാതൃകാ പെരുമാറ്റച്ചട്ടത്തിൻ്റെ ഭാഗമായി പാലിക്കേണ്ട നിബന്ധനകൾ എന്തൊക്കെയാണ്? ഇക്കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇക്കാര്യങ്ങൾ വിശദമായി പറഞ്ഞു തരുന്നത് പാലക്കാട് ഇലക്ഷൻ്റെ ഡെപ്യൂട്ടി കളക്ടറായിട്ടുള്ള ശ്രീ പ്രാൺസിംഗ് ആണ്. അദ്ദേഹത്തെ ശ്രീ പ്രാൺസിംഗിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സർ, എന്താണ് മാതൃകാ പെരുമാറ്റച്ചട്ടം? തിരഞ്ഞെടുപ്പ് നിഷ്പക്ഷവും സ്വതന്ത്രവും നീതിപൂർവകമായി നടത്താനായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുള്ള സംഹിതയാണ് മാതൃകാ പെരുമാറ്റച്ചട്ടം. രാഷ്ട്രീയ പാർട്ടികളും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും ഉൾപ്പെടെ അതിനോട് ബന്ധപ്പെട്ട എല്ലാവരും പുലർത്തേണ്ട ഒരു നിയമാവലിയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ മാതൃകാ പെരുമാറ്റച്ചട്ടത്തിൽ ഉൾപ്പെടുന്ന വിഭാഗങ്ങൾ ആരൊക്കെയാണ്? പ്രധാനമായും സ്ഥാനാർത്ഥികൾ, രാഷ്ട്രീയ പാർട്ടികൾ ആണ് ഇതിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുന്നത്. ഇവർ കൂടാതെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ, മറ്റ് സർക്കാർ സംവിധാനവും ഇതിൻ്റെ ബാധകമായിട്ട് വരുന്നു. ഈ മാതൃകാ പെരുമാറ്റച്ചട്ടം ഏത് കാലയളവിലേക്കാണ് നിലനിൽക്കുന്നത്? അതായത് എന്നു മുതൽ എന്നുവരെയാണ് മാതൃകാ പെരുമാറ്റച്ചട്ടം പാലിക്കപ്പെടേണ്ടതായിട്ട് വരിക? സാധാരണ നിലയ്ക്ക് തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം, ഡിക്ലറേഷൻ ഉണ്ടാവുക, അതായത് ഇത്തവണ ഉണ്ടായത് മാർച്ച് 15 ഞായറാഴ്ച 4 മണിക്കാണ്. ആ സമയം മുതൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രോസസ് കംപ്ലീറ്റ് ആവുന്ന, അതിൻ്റെ പ്രവർത്തനം പൂർത്തിയാകുന്ന, അതായത് കൗണ്ടിങ്ങാണ് അതിൻ്റെ പ്രവർത്തനം പൂർത്തിയാകുന്ന സമയം. ആ കൗണ്ടിങ് പൂർത്തിയാകുന്ന മെയ് 4 വരെ, അല്ലെങ്കിൽ ആ കൗണ്ടിങ് പൂർത്തിയാകുന്ന സമയം വരെയാണ് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിലുള്ളത്. ഈ മാതൃകാ പെരുമാറ്റച്ചട്ടം പാലിക്കപ്പെടുക എന്ന് നിബന്ധനകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇതൊക്കെ പാലിക്കപ്പെടാത്ത അവസ്ഥ കൂടി വരാറുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ, നിയമവിധേയമല്ലാത്ത കാര്യങ്ങൾ കണ്ടെത്തുന്നതിനും അതിനെതിരെ നടപടിയെടുക്കുന്നതിനുള്ള സംവിധാനങ്ങളെ കുറിച്ച് കൂടി ഒന്ന് പറയുകയാണെങ്കിൽ. തീർച്ചയായിട്ടും ഉണ്ട്. എല്ലാ ജില്ലയിലും ഒരു മാതൃകാ പെരുമാറ്റച്ചട്ടം എന്ന് പറയുന്നത് MCC എന്നാണ് ഇംഗ്ലീഷിൽ പറയാം, മോഡൽ കോഡ് ഓഫ് കോണ്ടാക്ട്. അത് നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ടീം, ഒരു സംവിധാനം തന്നെയുണ്ട്. ഒരു ജില്ലാതലത്തിൽ നോഡൽ ഓഫീസറും അദ്ദേഹത്തിൻ്റെ കീഴിൽ ടീമുകളുണ്ട്. അതുപോലെ തന്നെ വിവിധ സ്ക്വാഡുകൾ ഇതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം സ്ക്വാഡുകളാണ് ഇത്തരം കാര്യങ്ങൾ, എന്തെങ്കിലും ചട്ടത്തിൻ്റെ ലംഘനമോ മറ്റു നിയമവിരുദ്ധമായ പ്രവർത്തനമോ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക. അതിനേക്കാൾ ഉപരിയായിക്കൊണ്ട് സാധാരണക്കാരനോ അല്ലെങ്കിൽ വോട്ടർമാർക്കോ എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ ജില്ലാതലത്തിലുള്ള ഇതിൻ്റെ നമ്പറിൽ വിളിച്ച് പരാതി പറയാം. ഓൺലൈനിൽ സംവിധാനമുണ്ട്, അതിലൂടെയും പരാതിപ്പെടാനുള്ള അവസരമുണ്ട്. ഒരുപക്ഷെ ജീവനക്കാർ, ചില ഉദ്യോഗസ്ഥരെങ്കിലും സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പാർട്ടികളോട് ചേർന്ന് നിന്നോ അല്ലെങ്കിൽ അറിയാതെ തന്നെയോ തെറ്റ് ചെയ്യാൻ ഇടവരുന്നുണ്ട്. ഈ നിബന്ധനകൾക്ക് വിധേയമല്ലാതെ തന്നെ ചില പ്രവർത്തനങ്ങൾ നടത്തി വരാറുള്ളതായിട്ട് കണ്ടെത്തുന്നുണ്ട് ചില ഇലക്ഷനിലൊക്കെ. അങ്ങനെയാണെങ്കിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യും? തീർച്ചയായിട്ടും ഉണ്ട്.
ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് സർക്കാർ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ ഇത്തരം MCC പോലുള്ള ചട്ടങ്ങൾ നിർബന്ധമായിട്ടും പാലിക്കേണ്ടതാണ്. അതിനെതിരായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുകൂലമായോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ മതപരമോ ജാതീയപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, വിഭാഗീയമായ രീതിയിലുള്ള തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെടുന്നുണ്ടെങ്കിൽ അതിനെതിരെ അവർക്കെതിരെ കൃത്യമായ ശിക്ഷാ നടപടി, അച്ചടക്ക നടപടി എടുക്കുന്നതിനുള്ള സംവിധാനമുണ്ട്. അത് കോഡക്ട് റൂൾസിലുണ്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ CCA റൂൾസിലുണ്ട്. അതുകൂടാതെ RP ആക്ട്, റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് എന്ന് പറയുന്ന ഇന്ത്യയുടെ ഏറ്റവും ബൃഹത്തായ തെരഞ്ഞെടുപ്പ് നിയമമാണ്. തെരഞ്ഞെടുപ്പ് നിയമം 1950-ലും 1951 പുറത്തിറങ്ങിയിട്ടുള്ളത്. അതിലൊക്കെ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള നിയമലംഘനം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ കർശനമായ നടപടി എടുക്കാനുള്ള അധികാരം അതാത് അതോറിറ്റിക്കുണ്ട്, ഇലക്ഷൻ കമ്മീഷനുണ്ട്, ജില്ലാ കളക്ടർമാർക്കുണ്ട്, സംസ്ഥാനത്തെ CEO ഉൾപ്പെടെയുള്ള സംവിധാനത്തിലുണ്ട്. മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ളത്, രാഷ്ട്രീയ പാർട്ടികൾ എന്തൊക്കെ ചെയ്യാൻ കഴിയും, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, മോഡൽ കോഡ് ഓഫ് കോണ്ടാക്റ്റിലെ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്, ഒന്ന് വിശദമാക്കാമോ? തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മുടെ മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റിന്റെ നിയമാവലിയിൽ പറയുന്നുണ്ട്. അവരുടെ ജാഥ, പ്രചാരണ രീതികൾ, വോട്ടർമാരെ ഇടയിലുള്ള പ്രചാരണ രീതികൾ, ഇതിലൊക്കെ അവർ അനുഷ്ഠിക്കേണ്ട, ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള രീതിയിൽ ഈ ഇത്തരം MCCയുടെ ഗൈഡ് ലൈൻസ്, നിർദ്ദേശ തത്വങ്ങളിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഈ പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് വോട്ടർമാരെ സ്വാധീനിക്കാനായിട്ട് അവർക്ക് പണം കൊടുക്കുക, അല്ല മറ്റു വാഗ്ദാനങ്ങൾ നൽകുക, അതുപോലെ തന്നെ അവരെ ഭീഷണിപ്പെടുത്തുക, മറ്റു രീതിയിൽ അവരെ സ്വാധീനിക്കാൻ, നിയമവിരുദ്ധമായ രീതിയിൽ സ്വാധീനിക്കാൻ ശ്രമിക്കുക, ഇതെല്ലാം മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റിന്റെ അഥവാ പെരുമാറ്റച്ചട്ടത്തിന്റെ കൃത്യമായ നഗ്നമായ ലംഘനമാണ്. അതൊന്നും പാടില്ല എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരം പ്രചാരണ ജാഥകൾ അല്ലെങ്കിൽ പൊതുയോഗങ്ങളൊക്കെ നടത്തുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പൊതുസ്ഥലങ്ങളിൽ പോസ്റ്ററുകൾ ഒട്ടിക്കാൻ പാടില്ല. പബ്ലിക് പ്ലേസുകളിൽ, ഓഫീസുകളുടെ കോമ്പൗണ്ടിലായാലും പൊതു സ്ഥലങ്ങളിലൊന്നും ചുമരെഴുത്തുകളിലോ പോസ്റ്ററുകളോ ഒട്ടിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്വകാര്യ സ്ഥലത്ത് ഒട്ടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചുമരെഴുത്ത് നടത്തുകയാണെങ്കിൽ പോലും ആ സ്വകാര്യ വ്യക്തിയുടെ അല്ലെങ്കിൽ അവരുടെ ഉടമയുടെ അനുമതി രേഖാമൂലം വാങ്ങിയതിന് ശേഷം മാത്രമേ ഒട്ടിക്കാൻ പാടുള്ളൂ, ചുവരെഴുത്ത് നടത്താൻ പാടുള്ളൂ എന്നുള്ളത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെയും അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെയും ജാഥയോ പൊതുയോഗമോ ഒക്കെ നടക്കും. അപ്പോൾ അത് തടസ്സപ്പെടുത്താൻ ഉള്ള ഒരു ശ്രമം ഒരിക്കലും എതിർ പാർട്ടിക്കാരുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മറ്റു ഇതര പാർട്ടിക്കാരുടെ ഭാഗത്തുനിന്നോ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ ഇത്തരം ഒരുപാട് ആരാധനാലയങ്ങളുടെ നാടാണ് നമ്മുടെ കേരളം. കേരളം എന്ന് പറഞ്ഞാൽ ഇന്ത്യ മൊത്തം അങ്ങനെ തന്നെയാണ്. ഈ ആരാധനാലയങ്ങൾ, അമ്പലങ്ങൾ, പള്ളികൾ, മോസ്കുകൾ ഇതൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ പാടുള്ളൂ അത്തരത്തിലുള്ള പ്രചാരണം ഒരിക്കലും തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടോ ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ടോ ഒരു പ്രത്യേക മുന്നണിക്ക് വേണ്ടിയോ അമ്പലമോ പള്ളിയോ പൊതുസ്ഥലമോ ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ അതിന്റെ ബന്ധപ്പെട്ട അധികാരികൾ അത്തരത്തിൽ ചെയ്യുന്നതോ തികച്ചും നിയമവിരുദ്ധമാണ് എന്നുള്ളതാണ്. അത്തരത്തിൽ മതവിദ്വേഷമോ ജാതിപരമായിട്ടുള്ള സ്പർദ്ധയോ ഉണ്ടാക്കുന്ന ഒരു കാര്യവും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ചെയ്യാൻ പാടില്ല. ജാഥകൾ നടത്തുക, ചമരെഴുതുക, ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുക, മൈതാനങ്ങൾ, സ്കൂളുകൾ, ഹാളുകൾ ഇവ ഉപയോഗിക്കുക, ഇതിലൊക്കെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻ കാര്യങ്ങളുണ്ടോ? ഈ ജാഥകൾ നടത്തുന്നതുകൊണ്ടോ അല്ലെങ്കിൽ പൊതുയോഗം നടത്തുന്നതിനോ നിയമപരമായിട്ട് തടസ്സമൊന്നുമില്ല. പക്ഷെ ഇത്തരം ജാഥയോ പൊതുയോഗമോ നടത്തുന്നതിന് കൃത്യമായിട്ടുള്ള അനുമതി ആവശ്യമാണ്. പോലീസിൻ്റെതായിട്ടുള്ള അനുമതി ഏത് പാർട്ടി ആയാലും മുന്നണി ആയാലും സ്ഥാനാർത്ഥി ആയാലും അത്തരം അനുമതി പോലീസിന്റെ ഭാഗത്തുനിന്ന് വാങ്ങേണ്ടതാണ്. അവർ ഹോളിലാണ് നടത്തുന്നെങ്കിൽ ഹോളിന്റെ ഉടമയിൽ നിന്നോ അല്ലെങ്കിൽ അതിന്റെ അതോറിറ്റിയിൽ നിന്നോ അനുമതി വാങ്ങാൻ അവരറിയാതെ നടത്താൻ പാടില്ല. അതുപോലെ തന്നെ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ പൊതുയോഗത്തിൽ അത്തരം ഉപയോഗം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ കൂടി അനുമതി, ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുന്നതിന്റെ അനുമതി കൂടി വാങ്ങേണ്ടതാണ്. വാഹനങ്ങളുടെ ഉപയോഗം ചിലപ്പോൾ നമുക്കറിയാം, ഒരുപാട് വാഹനങ്ങൾ സ്ഥാനാർത്ഥികളുടെ പര്യടന വാഹനങ്ങൾ, പ്രചാരണ വാഹനങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഇതിന്റെ പ്രവർത്തകരുടെ ജാഥകൾക്ക് പോകുന്ന അല്ലെങ്കിൽ അനൗൺസ്മെന്റിന്റെ വാഹനങ്ങൾ ഉണ്ടാവും, പ്രചാരണത്തിന് പോകുന്ന വാഹനങ്ങൾ. ഈ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കാൻ തടസ്സമില്ല. പക്ഷെ ഇത്ര വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള കൃത്യമായിട്ടുള്ള കണക്ക് ഇലക്ഷൻ കമ്മീഷൻ അത് കാലത്ത് തരാറുണ്ട്. അപ്പോൾ അതിനുള്ള അനുമതി എടുത്തിരിക്കണം. ആ പ്രചാരണ വാഹനത്തിന്റെ നമ്പറും അതിന്റെ എല്ലാ വിശദമായ വിവരങ്ങളൊക്കെയുള്ള അപേക്ഷ അത് റിട്ടേണിംഗ് ഓഫീസർക്ക് കൊടുത്തിട്ട് അപേക്ഷ അംഗീകരിച്ചതിന് ശേഷം മാത്രമേ ആ വാഹനം അതിനുവേണ്ടി ഉപയോഗിക്കാൻ പാടുള്ളൂ.
സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്, അതോടൊപ്പം തന്നെ പ്രാദേശിക ഗവൺമെൻറ്റുകൾ ഒട്ടനവധി പദ്ധതികളും സ്കീമുകളും കാലാകാലങ്ങളിൽ നടപ്പായി വരുന്നുണ്ട്. ഇലക്ഷൻ പ്രഖ്യാപനത്തിന് ശേഷം മോഡൽ കോഡ് ഓഫ് കോണ്ടാക്ട് നിലനിൽക്കുന്ന അവസരത്തിൽ ഇത്തരത്തിലുള്ള പദ്ധതികൾ ആരംഭിക്കാൻ പാടുണ്ടോ? പുതിയ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കാൻ പാടുന്നുണ്ടോ? അതോടൊപ്പം തന്നെ ഈ പദ്ധതികൾ ആരംഭിക്കുമ്പോൾ സാധാരണഗതിയിൽ ഉദ്ഘാടനം അങ്ങനെയൊക്കെ വരുമല്ലോ. അപ്പോൾ ഈ 3 കാര്യങ്ങളിലും ഒന്ന് വ്യക്തമായ ഒരു മറുപടി തന്നാൽ കൊള്ളാമായിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞാൽ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കലോ പുതിയതായി ഉദ്ഘാടനം ചെയ്യാനോ സാധ്യമല്ല. നിലവിൽ ഒരു വർക്കിന് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനോ ടെക്നിക്കൽ സാങ്ഷനോ മറ്റു രീതിയിലുള്ള എല്ലാ നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് തുടങ്ങുന്നതുകൊണ്ട് തടസ്സമില്ല. പക്ഷെ ആ തുടങ്ങുന്നതിന് പോലും അത് ഒരു MLA ഫണ്ടിൽ നിന്നോ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ ഫണ്ടോ ആണെങ്കിൽ ആ പഞ്ചായത്ത് പ്രസിഡന്റോ MLA സാന്നിധ്യത്തിൽ ഒരു ഉദ്ഘാടന ചടങ്ങ് നടത്താൻ പറ്റില്ല എന്നുള്ളൂ. പദ്ധതി തുടങ്ങാൻ പാടില്ല, അല്ലെങ്കിൽ തടസ്സമില്ല. നിർമ്മാണം തുടങ്ങുന്നതിനോ നിലവിലൊരു ക്ഷേമ പ്രവർത്തനം തുടരുന്നതിനോ തടസ്സമില്ല. പക്ഷെ അതൊരു ചടങ്ങായിട്ട് നടത്താൻ പാടില്ല. അതോടൊപ്പം തന്നെ പുതുതായിട്ട് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കാനുള്ള സാധ്യമല്ല. നിലവിൽ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആനുകൂല്യം അവരുടെ അക്കൗണ്ടിലേക്ക് കൈമാറുന്നതിനോ അവർക്ക് നേരിട്ട് കൊടുക്കുന്നതിനോ തടസ്സമില്ല. പക്ഷെ ഇതൊക്കെ രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയുടെയോ അല്ലെങ്കിൽ ഒരു ഭരണകക്ഷിയുടെയോ ഒരു സാന്നിധ്യത്തിലോ അവരുടെ ഒരു ചടങ്ങായിട്ടോ നടത്തുന്നതിന് കൃത്യമായിട്ടുള്ള വിലക്കുണ്ട്. പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിരവധി നമ്മുടെ സ്റ്റേറ്റിലുണ്ട്. സ്വാഭാവികമായിട്ടും മാർച്ച് മാസത്തിലാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഈ ആരംഭിക്കുന്നത്. അതോടൊപ്പം തന്നെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ നിലവിൽ ബഡ്ജറ്റ് പാസ്സാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇങ്ങനെ ബഡ്ജറ്റ് ഈ കാലയളവിൽ പാസ്സാക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം കൂടി കാര്യത്തിൽ സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനെന്ത് പറയാം? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ബഡ്ജറ്റ് പാസ്സാക്കുന്നതിന് സാങ്കേതിക തടസ്സം ഒന്നുമില്ല. ബജറ്റ് ഒരു ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്, വാർഷിക ധനകാര്യ കണക്കാണ്. ആ കണക്ക് അവതരിപ്പിക്കുക, വരവും ചെലവ് അവതരിപ്പിക്കുക എന്നതിന് യാതൊരു തടസ്സമില്ല. പക്ഷേ ഒരു ക്ഷേമകാര്യ പദ്ധതിയോ പുതിയൊരു സ്കീമോ പുതിയ എന്തെങ്കിലും പ്രൊജക്റ്റുകളോ അതിലൂടെ മുന്നോട്ട് കൊണ്ടുവയ്ക്കാൻ പാടുള്ളതല്ല. അപ്പോൾ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ആനുകൂല്യങ്ങളോ മറ്റെന്തെങ്കിലും പ്രഖ്യാപിക്കാനോ പാടില്ല. സാധാരണ നിലയ്ക്കുള്ള ഒരു കണക്കിന്റെ അവതരണം ചെയ്യുന്നതുകൊണ്ട് യാതൊരു തടസ്സവുമില്ല. ഇതോടൊപ്പം പറയാനുള്ള കാര്യമാണ്, ഈ വരൾച്ചയുടെ ഒരു ആരംഭം കൂടി ഈ മാർച്ച് മാസത്തിലാണ് നടക്കാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും ചില പ്രദേശങ്ങളിൽ കുടിവെള്ളം കിട്ടാത്ത ഒരവസ്ഥ വരാം. അതോടൊപ്പം തന്നെ അടിയന്തരമായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങൾ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കോ അല്ലെങ്കിൽ ഗവൺമെന്റിന് തന്നെ ഉണ്ടാകാൻ പറ്റും. അതുപോലെ തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, ഏതെങ്കിലും എമർജൻസി സിറ്റുവേഷൻ, ഇങ്ങനെ ഒരു 3 കാര്യങ്ങളുണ്ട്. കുടിവെള്ളം, ദുരിതാശ്വാസ നിധിയുടെ ഒരു ഭാഗം, അതോടൊപ്പം തന്നെ അടിയന്തര ഘട്ടങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇതിലെന്തൊക്കെ കൈകാര്യം ചെയ്യാം? വരൾച്ചയുടെ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്നത്, ഏകദേശം ഏപ്രിൽ മെയ് കാലഘട്ടത്തിൽ. അപ്പോൾ മെയ് മാത്രമല്ല, ഫെബ്രുവരി മുതൽ കടുത്ത വരൾച്ചയിലേക്ക് കേരളം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വരൾച്ചയ്ക്ക് ഒരു കുടിവെള്ള വിതരണം തടസ്സം ചെയ്യുന്നതിനൊന്നും തെരഞ്ഞെടുപ്പ് തടസ്സമാക്കേണ്ട കാര്യമില്ല. മാത്രമല്ല തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഒരു ഉത്തരവ് ഇതിന് പുറത്തിറങ്ങി കഴിഞ്ഞു. കുടിവെള്ള വിതരണം നടത്തുന്നതിന് ജില്ലാ കളക്ടറുടെ അനുമതിയോടുകൂടി ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങി കഴിഞ്ഞ ഫെബ്രുവരി 12 മറ്റോ ഒരു ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അതിന് തടസ്സമൊന്നുമില്ല. പക്ഷെ ഓരോ പഞ്ചായത്തും അത് ജില്ലാ കളക്ടർക്ക്, ജില്ലാ ഇലക്ഷൻ ഓഫീസർക്ക് ഒരു കത്തായിട്ട് പ്രപ്പോസലായിട്ട് കൊടുത്തിട്ട് സാങ്ഷൻ വാങ്ങുകയായിരിക്കും കൂടുതൽ നല്ലത്. പിന്നെ മറ്റു പദ്ധതികൾ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, ഇപ്പോൾ CMDRF പോലുള്ളത് അല്ലെങ്കിൽ വേറെ മറ്റെന്തെങ്കിലും കലാമിറ്റി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫണ്ട് കൊടുക്കുന്നതിന് തടസ്സമൊന്നുമില്ല. പ്രത്യേകിച്ച് പലതും ഓർഡറായിട്ട് എടുക്കുന്ന സാധനങ്ങൾ ആളുകൾക്ക് കൊടുക്കുകയാണ് വേണ്ടത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഇലക്ഷൻ വിഭാഗത്തിലേക്കോ ജില്ലാ കളക്ടർക്കോ കത്തെഴുതിയിട്ട് ചോദിക്കാവുന്നതാണ്. ജീവനക്കാരുടെ സ്ഥിര നിയമനം, അതായത് PSC വഴിയുള്ള നിയമനം, അതോടൊപ്പം തന്നെ കരാർ നിയമനം, താൽക്കാലികമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആളുകളെ വയ്ക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും വകുപ്പുകൾ ആളുകളെ നിയമിക്കുന്നത് കരാർ അടിസ്ഥാനത്തിൽ, അതോടൊപ്പം തന്നെ പ്രൊമോഷൻ, അതോടൊപ്പം തന്നെ ട്രാൻസ്ഫർ, ഇതൊക്കെ ജീവനക്കാരനെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. ഈ മോഡൽ കോഡ് ഓഫ് കോണ്ടാക്ടിന്റെ അവസരത്തിൽ ഇവയെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? MCC പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ സ്ഥലം മാറ്റം, സ്ഥാനക്കയറ്റം, നിയമനം എന്നുള്ളതിനൊക്കെ ഒരു തടസ്സമുണ്ട് എന്നുള്ളതാണ് എൻ്റെ പ്രാഥമികമായിട്ടുള്ള കാര്യം. എങ്കിലും നിലവിൽ ഒരു ഒഴിവുണ്ടെങ്കിൽ അത് അത്രയ്ക്കും അർജന്റായിട്ട് പോസ്റ്റ് ചെയ്യേണ്ടതാണ്. ഒരു സെക്രട്ടറി, പഞ്ചായത്ത് സെക്രട്ടറി ഇല്ല. അത് ഇലക്ഷൻ കമ്മീഷൻ്റെയോ മറ്റുള്ള അനുമതിയോടുകൂടി, ഇലക്ഷൻ കമ്മീഷൻ തന്നെ വേണമെന്നില്ല,
സ്റ്റേറ്റ് ഇലക്ഷൻ മറ്റേ ചീഫ് CM ഓഫീസിലൂടെ ആയിക്കൊണ്ട് ചെയ്യാവുന്നതാണ്. അതേസമയം പുതുതായിട്ട് PSC റിപ്പോർട്ട് ചെയ്യുക, ഒരു ഒഴിവ് PSC റിപ്പോർട്ട് ചെയ്യുക ചെയ്യാൻ പാടില്ല. സോ PSC റിപ്പോർട്ട് ചെയ്ത ഒരു 5 അഡ്വൈസ് 5 പേര് 11 പേരുടെ നിയമനത്തിന്റെ ലിസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിയമനോത്തരവ് ഇറക്കുന്നതിന് തടസ്സമില്ല. പക്ഷെ കരാർ നിയമനം അതൊന്നും ഈ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. കരാർ നിയമനം ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ താൽക്കാലിക നിയമനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാൻ പാടില്ല. എംപ്ലോയ്മെന്റ് വഴിക്കുള്ള നിയമനങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. എംപ്ലോയ്മെന്റ് വഴിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പോസ്റ്റിംഗ് കൂടെ വെക്കുന്നുണ്ടെങ്കിൽ തടസ്സമില്ല. ഇതിന് ശേഷമാണ് MCC വരുന്നതിന് മുമ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്ത ഇപ്പോഴാണ് നമുക്ക് കാൻഡിഡേറ്റ്സിനെ കിട്ടുന്നതെങ്കിൽ അവർക്ക് കിട്ടും. പക്ഷെ അപ്പോഴേ ഇന്റർവ്യൂ ചെയ്യുന്നതാണെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്റർവ്യൂ ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കുകയാണ് നല്ലത്. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംവിധാനമാണ് പ്രാദേശിക ഗവൺമെന്റുകൾ. അതോടൊപ്പം തന്നെ ജില്ലാ തലത്തിലും ജനപ്രതിനിധികൾ അടങ്ങുന്ന സംവിധാനങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും നടന്നു വരുന്ന പല യോഗങ്ങളും വിളിക്കേണ്ടതായിട്ട് ജനപ്രതിനിധികൾക്ക് വരും, അതിൽ പങ്കെടുക്കേണ്ടതായിട്ട് ജീവനക്കാർക്ക് വരും. ഈ ജീവനക്കാർക്ക് തന്നെ ഇലക്ഷന്റെ ഭാഗമായിട്ടുള്ള ചുമതലകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകൾ ജനപ്രതിനിധികൾക്ക് വിളിക്കാൻ കഴിയുമോ, അതിൽ പങ്കെടുക്കാൻ ഈ ഇലക്ഷന്റെ ചുമതല കൂടിയുള്ളതും അല്ലാത്തതുമായ ഉദ്യോഗസ്ഥർക്ക് കഴിയുമോ? ഇക്കാര്യത്തിലൊരു വിശദീകരണം നല്ലതാണ്. MCC പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള ഗ്രാമസഭകളോ ഡിവിഷൻ സഭകളോ സാധാരണയ്ക്ക് കൂടാൻ പാടില്ല എന്നതാണ് സത്യം. പിന്നെ ആയിക്കോട്ടെ, സാധാരണമായ മീറ്റിങ്ങുകൾ, ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് ലെവലിൽ വിളിക്കുന്ന മീറ്റിങ്ങുകൾ, അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് ലെവലിൽ വിളിക്കുന്ന മീറ്റിങ്ങുകൾ, ഗ്രാമപഞ്ചായത്ത് ലെവലിൽ വിളിക്കുന്ന മീറ്റിങ്ങുകളിലൊക്കെ ഉദ്യോഗസ്ഥന്മാർക്ക് പങ്കെടുക്കുന്നതിന് തടസ്സമില്ല. എങ്കിൽ പോലും ഇത്തരം മീറ്റിങ്ങുകളിലൊക്കെ ഒരു ആനുകൂല്യങ്ങളുടെ പ്രഖ്യാപനമോ മറ്റേ സ്കീമുകളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കലോ മറ്റു രീതിയിൽ വേറെ ഈ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് എതിരെ പാർട്ടികൾക്കോ പ്രതിപക്ഷത്തിനോ ആക്ഷേപം ഉണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ MCCയുടെ ഒരു വയലേഷനായിട്ട് അത് കണക്കാക്കണം. ഒരു ഇലക്ഷന്റെ വോട്ടിംഗ് പ്രോസസ്സിന്റെ അവസാന മണിക്കൂറിന് തൊട്ട് 48 മണിക്കൂറിനകം നിശബ്ദ പ്രചരണമാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ നിശബ്ദ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എല്ലാ തെരഞ്ഞെടുപ്പിന്റെയും പോളിംഗ് എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോളിംഗ് എന്ന് പറഞ്ഞാൽ വോട്ടെടുപ്പ് ദിവസം സാധാരണയ്ക്ക് വോട്ടിംഗ് ആരംഭിക്കുക കാലത്ത് 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. അപ്പൊ ഈ 6 മണിക്ക് പോൾ ക്ലോസ് ചെയ്യുന്ന 6 മണിക്ക് 48 മണിക്കൂർ മുമ്പാണ് പ്രചാരണ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടത്. അതായത് ശബ്ദഘോഷങ്ങളോടെയുള്ള പൊതുയോഗങ്ങളോ ജാഥകളോ റാലികളോ ഉൾപ്പെടെയുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കേണ്ടത് 48 മണിക്കൂർ മുമ്പാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ 9-ാം തീയതി 6 മണിക്കാണ് പോളിംഗ് അവസാനിക്കുക. അതുകൊണ്ട് 7-ാം തീയതി 6 മണിക്ക് മുമ്പായിട്ട് ഇത്തരം കൊട്ടിക്കലാശങ്ങൾ ഔദ്യോഗികമായിട്ട് അവസാനിക്കും. അതിനുശേഷമുള്ള 48 മണിക്കൂർ ആളുകൾക്ക് നിശബ്ദ പ്രചാരണത്തിനുള്ള സമയമാണ്. ആ നിശബ്ദ പ്രചാരണം എന്ന് പറഞ്ഞാൽ ജാഥയോ മറ്റ് ക്യാമ്പയിനിങ്ങോ പാടില്ല. മറിച്ച് വീടുകൾ തോറും വേണമെങ്കിൽ വിസിറ്റ് ചെയ്യാം, സ്ലിപ്പുകൾ വേണമെങ്കിൽ കൊടുക്കാം. ആ സ്ലിപ്പുകളിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ഥാനാർത്ഥിയുടെ പേരോ ചിത്രമോ ഇല്ലാതെ ചിഹ്നമോ ഇല്ലാത്ത സ്ലിപ്പുകൾ കൊടുക്കാം. അപ്പോൾ അത്തരം നിശബ്ദ പ്രചാരണ സമയം, ആ 48 മണിക്കൂർ സമയം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ബഹളമില്ലാത്ത രീതിയിൽ, മറ്റുള്ളവർക്ക് ഒരു ഇറിറ്റേഷൻ ഇല്ലാത്ത രീതിയിൽ, ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ, മറ്റ് എതിർ പാർട്ടികൾക്ക് പോലും സ്പേസ് കിട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തേണ്ടത്. വീടുകൾ സന്ദർശിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. എങ്കിൽ പോലും അത് ജാഥയുടെ രൂപത്തിലോ വലിയ സ്കോഡായിട്ടോ പോവാതിരിക്കുകയാണ് നല്ലത്. മറ്റൊരു അവസാന ഒരു ചോദ്യം എന്നുള്ള നിലയ്ക്ക് പറയാവുന്ന ഒരു കാര്യമാണ് മാനിഫെസ്റ്റോ, അതായത് പ്രകടന പത്രിക. ഇത് മിക്ക രാഷ്ട്രീയ പാർട്ടികളും ഇലക്ഷന്റെ മുന്നോടിയായിട്ട് പ്രചരണം കൊടുക്കുന്നുണ്ട്. അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ചെയ്യും, കാര്യങ്ങളിലൊക്കെ നടപടിയെടുക്കുന്നതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് ഒരു മാർഗനിർദ്ദേശം MCC ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇലക്ഷന്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ? കാര്യം പറയാമോ? രാഷ്ട്രീയ പാർട്ടികൾ, സ്ഥാനാർത്ഥികൾ, അവരുടെ മുന്നണികൾ എല്ലാ ഇലക്ഷനും വിവിധ പ്രകടന പത്രിക, ഇലക്ഷൻ മാനിഫെസ്റ്റോ പുറത്തിറക്കാറുണ്ട്. ഇതിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ വാരിക്കോരി ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുക, അങ്ങനെ പലതും ഉണ്ടാകാറുണ്ട്. പക്ഷെ അതെല്ലാം നടപ്പിൽ വരുത്താൻ പറ്റുന്നതാണെന്ന് പറഞ്ഞാൽ അവർക്ക് പോലും വിശ്വാസമില്ലാത്ത രീതിയിൽ പലപ്പോഴും പലതും അവകാശപ്പെടാതെ അല്ലെങ്കിൽ ചെയ്യുന്ന വാഗ്ദാനം കൊടുക്കാറ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ യാഥാർത്ഥ്യബോധത്തോടു കൂടി ഉണ്ടാവേണ്ടതാണ് എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ ഉദ്ദേശിക്കുന്നത്. തികച്ചും
നടപ്പിലാക്കാൻ പറ്റാത്തതും പ്രായോഗികമല്ലാത്തതും സ്വപ്നതുല്യമായിട്ടുള്ള വാഗ്ദാനങ്ങൾ നൽകുന്നത് ശരിയല്ല എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശം നിലവിലുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ സ്ഥാനാർത്ഥികളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കാൻ വിട്ടുപോയതാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസരത്തിൽ സ്ഥാനാർത്ഥികളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ഫോക്കസ് കൊടുക്കുക, എതിരാളികളെ വ്യക്തിപരമായിട്ട് തേജോധം ചെയ്യാൻ ശ്രമിക്കുക, അവരുടെ സ്വകാര്യ ജീവിതത്തെ ആയുധമാക്കുക, അത്തരം രീതികൾ ശരിയല്ല എന്നുള്ളത് അതും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ് എന്നുള്ളതും കൂടി ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. കാരണം മറ്റുള്ള വ്യക്തിപരമായിട്ടുള്ളൊരു മത്സരമായിട്ട് അല്ലെങ്കിൽ ആ രീതിയിലൊരു തേജോധം ചെയ്യുന്ന രീതിയിലാവാൻ പാടില്ല എന്നുള്ളത് വളരെ ഇതാണ്. നിഷ്പക്ഷമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഇലക്ഷൻ കമ്മീഷനും അതോടൊപ്പം തന്നെ ഭരണഘടനയും വിഭാവനം ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി പ്രത്യേക പരിഗണന ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും കിട്ടാത്ത വിധത്തിലും അതോടൊപ്പം തന്നെ അധികാരത്തിലിരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും മുൻഗണനയോ മുൻതൂക്കമോ ഇല്ലാത്ത തരത്തിലും എല്ലാവർക്കും ഒരുപോലെ വോട്ടിംഗ് അവകാശം സാധാരണ ജനങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ അതിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ തിരഞ്ഞെടുക്കാൻ മറ്റു കാര്യങ്ങളൊന്നും തടസ്സമാകരുത് എന്നുള്ള തരത്തിലേക്കാണ് MCC കൊണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്തത്. ഇതിൽ വിശദമായ കാര്യങ്ങൾ MCCയുടെ ഭാഗമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഇറക്കിയിട്ടുണ്ട്. അത് വിശദമായ കാര്യങ്ങളാണ്. പൊതുവായ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്തത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഇതിൽ പങ്കെടുത്ത ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ ഫ്രാൻസിങ്ങിനും നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം.